കണ്ടു ഞാൻ ഒരുപാട് ആളുകളെ യൂട്യൂബ് കണ്ടു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് പഠിക്കാനും കൂടിയിട്ട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. എന്താണ് ഈ ആളുകൾക്ക് ഇപ്പോൾ അറിയില്ലല്ലോ, ആളുകൾക്ക് പറയുന്നത് എന്താ, ഏതെങ്കിലും പാനൽ അത് വെക്കുന്നു, കറണ്ട് കിട്ടുന്നു. അതിപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് മുമ്പ് ഇതുപോലെ ഒരു ടീം നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നല്ലോ കേട്ടോ, ചെയ്തു പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് കണക്ഷൻ ആയിട്ടില്ല. ഒരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഇതിൽ നമ്മുടെ ഒരുപാട് ആളുകൾക്ക് 3 കിലോവാട്ട് 5 കിലോവാട്ട് ഏത് വെക്കണം, ഒരുപാട് സംശയങ്ങളുണ്ട്. നിങ്ങൾ ഇത്ര ആലോചിക്കുക, നമുക്കൊരു 2000-3000 ബില്ലിലൊരാൾക്ക് ഒരു 3 കിലോവാട്ട് ചെയ്യാം. ഇനി 5 കിലോവാട്ട് ചെയ്യാം, അത് നമ്മുടെ ഭാവിയിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കറും കുറച്ച് EV കാറും കൂടുതലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 5ലേക്ക് പോവുക. ഒരു 3000 രൂപയുടെ മുകളിൽ 4000 രൂപയുടെ 5000 രൂപയുടെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 കിലോവാട്ടിലേക്ക് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ ഒരു 5 കിലോവാട്ട് സിസ്റ്റത്തിന് ഒരു 3500 രൂപ മുതൽ ഒരു 4500 രൂപ വരെ ബില്ലിനെ മാനേജ് ചെയ്യും. അത് 5 കിലോവാട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 9000-10500 രൂപനെ ബില്ലിനെ അത് മാനേജ് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചിലർ ചോദിക്കും, ഇന്ത്യയിൽ ഒരു AC വർക്ക് ചെയ്യുമോ, 2 AC വർക്ക് ചെയ്യുമോ, 3 AC വർക്ക് ചെയ്യുമോ? അതൊന്നുമല്ല. നമ്മൾ കറണ്ടിൽ എന്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പകല് സോളാറിൻ്റെ എനർജി കിട്ടുന്നത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ സിസ്റ്റം KCBയിലൊക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ KCBയിലേക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും. രാവിലെ നമ്മൾ 4-5 യൂണിറ്റ് ഉപയോഗിച്ചു, നമ്മൾ 10-12 യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തു എന്ന് കരുതിക്കോളൂ. ബാക്കിയുള്ള യൂണിറ്റ് നമ്മൾ വൈകുന്നേരം ഉപയോഗിച്ച് ചിലപ്പോൾ ടോട്ടലി നമ്മൾ 10 യൂണിറ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 14 യൂണിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 യൂണിറ്റ് KCBയിലേക്ക് എക്സ്പോർട്ടായി. അപ്പോൾ നമ്മൾ മാസം നോക്കി കണക്ക് നോക്കി അതിൻ്റെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ KCBയുടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലൊരു യൂണിറ്റിന് 2 സംതിങ് ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വർഷത്തിൽ നമുക്കത് അക്കൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അത് നമ്മൾ KCBയിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ മുതലാക്കുന്ന രീതിയെക്കുറിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യരുത് കേട്ടോ. അതൊക്കെ നഷ്ടമാണ്. ഉപയോഗിച്ച് മാക്സിമം നമ്മളത് മുതലാക്കുക. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ച് നമുക്ക് മുതലായിക്കൂടെ, അപ്പോൾ ഗ്യാസിൻ്റെ ഉപയോഗമൊക്കെ കുറക്കാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റമോ അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റമോ ചെറിയ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബില്ലിനെ നമുക്കൊരു പരിധി വരെ തടയാനും നമുക്ക് വേണമെങ്കിൽ 0 ആക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് അതിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓൺ ഗ്രിഡിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 ബാറ്ററികൾ വെക്കുന്നു, അത് സോളാറാക്കി മാറ്റുന്നു. അല്ലാതെ സോളാറിന് വേണ്ടി ബാറ്ററി ഇതും കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും വേണമല്ലോ, അത് സോളാറാക്കി മാറ്റാണ്. അപ്പോൾ അതുവഴി നമുക്കൊരു 2 ബാറ്ററിക്ക് വെച്ചിട്ടുള്ള സിസ്റ്റം, 2 വലിയ പാനലൊക്കെ വെച്ചാൽ നമുക്കൊരു 300 യൂണിറ്റിൻ്റെ മുകളിലൊക്കെ നമുക്ക് ശരാശരി 2 മാസത്തിൽ കിട്ടുമ്പോൾ അത്യാവശ്യം നമ്മൾ വീട്ടിലത്തെ TV, ലൈറ്റ്, ഫാന്, മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. ഇതെന്താ ചോദിച്ചാൽ, കറണ്ട് പോയാൽ നമ്മൾ വീട്ടിൽ ഒരു ഇൻവെർട്ടർ സിസ്റ്റം വേണം. ചില ആളുകൾ ചോദിക്കും, എൻ്റെ വീട്ടിൽ ഇത്രയും വലിയ പാനലുകളൊക്കെ വെച്ചതല്ലേ, എനിക്ക് എന്താണ് മറ്റേ കറണ്ട് പോകുമ്പോൾ ഒന്നും കിട്ടാത്തത്? കാരണം അത് കിട്ടില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ കണക്ഷൻ ഡിസ്കണക്ഷനാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി കൂടുതൽ അറിയാൻ നമ്മുടെ നാസിൻഫോ യൂട്യൂബ് ചാനലൊക്കെ വിസിറ്റ് ചെയ്യണം. ഞാൻ താഴെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഏതായാലും നമ്മൾ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഏരമംഗലം അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും തൃപ്തിയാണോ? കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. നമുക്ക് ഇപ്പോൾ കണ്ടിടത്തോളം 100% സംതൃപ്തിയാണ്. കാരണം നിങ്ങളെ വർക്ക് പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഒരുപാട് കണ്ടു. ഞാൻ ഒരുപാട് ആളുകളെ യൂട്യൂബ് കണ്ടു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് പഠിക്കാനും കൂടിയിട്ട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. എന്താണ് ഈ ആളുകൾക്ക് ഇപ്പോൾ അറിയില്ലല്ലോ, ആളുകൾക്ക് പറയുന്നത് എന്താ, ഏതെങ്കിലും പാനൽ അത് വെക്കുന്നു, കറണ്ട് കിട്ടുന്നു. അതിപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് മുമ്പ് ഇതുപോലെ ഒരു ടീം നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നല്ലോ കേട്ടോ, ചെയ്തു പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് കണക്ഷൻ ആയിട്ടില്ല, വന്നിട്ട് അത് കണക്ഷൻ ശരിയായില്ല, എന്നിട്ട് ഞങ്ങൾ രണ്ടാമത് ക്ലിയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവർക്ക് സ്ട്രക്ചറൊക്കെ താഴ്ത്തി വെച്ചിട്ട് 2 യൂണിറ്റ് കിട്ടണം കേട്ടോ, 2 കിലോവാട്ടിൽ. എന്നിട്ട് സ്ട്രക്ചർ പൊക്കണം, അതിന് അഡീഷണൽ ക്യാഷ് വരാം സത്യത്തിൽ. എന്നിട്ട് ചോദിക്കണം, അതിൽ ഓരോരുത്തർ കമൻറ്റ് ആയിട്ട് പറയാം, നിങ്ങളെന്താണ് അത് ഫുള്ള് കാണിക്കണം, നിങ്ങൾ അഡ്വർടൈസിന് വേണ്ടി മാത്രമാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർക്ക് ക്യാഷ് ഇല്ല, സ്ട്രക്ചർ ചെയ്യാൻ അഡീഷണൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത്, അല്ലേ? അതിൽ കൂട്ടത്തിൽ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഓരോരുത്തരും നമ്മൾ ഓരോ യൂട്യൂബ് കാര്യങ്ങൾ കാണുന്നു, നമ്മൾ ഒരുപാട് ആളുകളുടെ വർക്കും കാര്യങ്ങളും അവരെ കാര്യങ്ങളൊക്കെ കാണണം. അത്ര തന്നെ. നമുക്ക് സ്ഥലം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഏരമംഗലം നരണിപ്പുഴ, അങ്ങോട്ട് നരണിപ്പുഴ എന്ന പുഴക്കര
പുഴക്കര അല്ലേ? പുഴക്കര എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ ഒരു 4000-5000 ബില്ല് വരികയാണ് മാസത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യാൻ കാരണം. അത് അധികമുള്ള ബില്ലിനെ നമുക്ക് വേണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മുതലാക്കാം. നമ്മളിപ്പോൾ പൈസ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കിവിടെ യൂസ് ചെയ്യാലോ, നമുക്ക് നമ്മളെ കാര്യങ്ങൾ ലാവിഷായിട്ട് ഇപ്പോൾ AC ഉപയോഗിക്കാം, നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം. ഒന്നുകൂടി നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്കൊന്ന് ലാവിഷാവാം, അത്ര തന്നെ. പിന്നെ ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ ചെയ്യേണ്ട 2 മാസം കൂടുമ്പോൾ ജസ്റ്റ് നമ്മൾ പാനലുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, അത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർ ചോദിക്കും ഷോക്ക് അടിക്കുമെന്ന്. ഒന്നുമില്ല, സാധാരണ മോപ്പ് കൊണ്ട് നമ്മളെ നിലം തുടക്കുന്ന മോപ്പിൽ നനച്ചിട്ട് ജസ്റ്റ് തുടച്ച് കൊടുക്കുക. അത് പൊടി പോലെ ഗ്ലാസ് നമ്മൾ ക്ലീൻ ചെയ്യണ പോലെ തന്നെ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഒരു ഏകദേശം ഒരു 70-80% പ്രൊഡക്ഷൻ ഉണ്ടാവും. രാവിലെ ഒരു 7 മണി മുതൽ ഒരു 3:30 വരെ ഒക്കെ ഏകദേശം കിട്ടും. ഈവനിങ് ചെറിയൊരു തടസ്സങ്ങളും കാര്യങ്ങളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഏകദേശം 70-80% ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട്.